വേർഡ് ഈസ് എ ഡബിൾ-എഡ്ജ്ഡ് സോഡ്. ഹീബ്രൂസ് 4:12. ദൈവവചനം ഇരുവാൾ തലയുള്ള വാളാണ്. എബ്രായലേഖനം 4:12. എബ്രായലേഖനം 4:12 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികം, അതായത് ദൈവത്തിൻ്റെ ശ്വാസം, ഗോഡ് ബ്രീത്ഡ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മൂന്നാം സെഷനാണ് ഇന്ന് എടുക്കുന്നത്. കുറേ ദിവസത്തേക്ക് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് അതായത് നമ്മൾ മലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ അത് ദൂരേന്ന് നോക്കിയാലേ കാണാം, പക്ഷെ അതിൻ്റെ അടിയിൽ നിന്ന് വേര് താഴോട്ട് പോയിട്ട് ഉറവയാകുന്ന വെള്ളത്തിൽ ചെന്ന് കൊള്ളുന്നിടം വരെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ അതങ്ങനെ മനോഹരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര ഭൂമി കുലുങ്ങിയാലും എത്ര കാറ്റും കോളും വന്നാലും ആ വൃക്ഷം അവിടെ തന്നെ നിൽക്കുന്നതാണ്. അതൊരു ഭാഗ്യമാണ്, നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞങ്ങളൊക്കെ സൗദിയിലൊക്കെ ആയിരുന്നപ്പോഴും അവിടെയൊക്കെ മേളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് വൃക്ഷങ്ങൾ കിളിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വേറെ അടിയിലോട്ട് അധികം പോകാറില്ല. അങ്ങനെ ഒറ്റ മഴ വരുന്നുടനെ അല്ലെങ്കിൽ ഒരു സ്റ്റോം വന്നു കഴിഞ്ഞാൽ അതെല്ലാം പടുത് കിടക്കുന്നു, വീണ് പോകുന്നത് കാണാം. കാരണം ആ വേറെ അടിയിലോട്ട് പോകത്തില്ല. അങ്ങനെ ആകരുത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഞാൻ എടുക്കുന്ന വാക്യം എബ്രായലേഖനം 4:12 ഇപ്പം ഞാൻ വായിക്കുന്നത്. ഓരോ വചനവും കാതലായ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാൾ തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിച്ചറിയുന്നതാവുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പം ദൈവവചനം പ്രാണനെയും ആത്മാവിനെയും സന്ധികളെയും മജ്ജകളെയും ഒക്കെ വിവേചിച്ചറിഞ്ഞിട്ട് അകത്ത് കയറും. അപ്പം നമ്മുടെ ചിന്തകളും വിചാരങ്ങളിലും രണ്ടെണ്ണം വരുന്നുണ്ട്, നിലവുകൾ, ചിന്തകൾ. ഇതൊക്കെ നമുക്ക് സാധാരണ മനസ്സിലാകത്തില്ല. ലെറ്റ് മീ ഗോ ബാക്ക് ടു ദി ഗോഡ് ബ്രീതിങ്. ഇതിലെല്ലാം ദൈവശ്വാസം വന്നെങ്കിലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ദൈവശ്വാസം എന്ന് പറയുമ്പോൾ അതിന് ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് തിയോസ് ന്യൂസ്റ്റോസ്. തിയോസ് ന്യൂസ്റ്റോസ് മീൻസ് തിയോപ് മീൻസ് ഗോഡ് ആണ്. ന്യൂസ്റ്റോസ് മീൻസ് ഗോഡ് ബ്രീത്ത്, ദ ഇൻസ്പയർഡ് ബൈ ഗോഡ് ആൻഡ് ദ സ്ക്രിപ്ചർ. അപ്പം ദ സ്ക്രിപ്ചർ ഇസ് ദി ഓൺലി തിങ് ഡിസ്ക്രൈബ്ഡ് ആസ് സച്ച് ബൈ ദി അപ്പോസിൽ. അപ്പോസിലിനകത്ത് ഈ വചനത്തെക്കുറിച്ച് മാത്രം, ദൈവവചനത്തിനാണ് ഈ തിയോപ് ന്യൂസ്റ്റോസ് എന്ന് വിളിച്ച് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ ബ്രത്താണ് ഇത് കടന്നു വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ബ്രത്തിൽ കൂടെ പറയുന്നതിന് മാത്രമേ ഈ എബ്രായലേഖനം 4:12 പറയുന്നത് പോലെ ഇത് ജീവനും ചൈതന്യമുള്ള വചനമാണ്. അത് ഇരുവാൾ തലയുള്ള വാളാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വലിയ വാളുണ്ടെന്ന്, അതിൻ്റെ വാളിൻ്റെ നീട്ടം അല്ലെ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രമാത്രം ഈ വചനം എടുത്ത് ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും. രണ്ട് സൈഡിലും ഇതിന് മൂർച്ചയുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഒരു വാളെടുത്ത് വെട്ടുമ്പോൾ അപ്പുറത്തും അതിൻ്റെ പ്രവൃത്തി നടക്കും, നമ്മളിലും പ്രവൃത്തി നടക്കും. വചനത്തിനൊരു പ്രത്യേകതയുള്ളത്, എല്ലാ ബുക്കുകളും നമുക്ക് വായിക്കാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്, വായിക്കുകയും ചെയ്യാം. പക്ഷേ എല്ലാ ബുക്കും നമുക്ക് പ്രയോജനമുള്ളതല്ല. നമ്മൾ ബുക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നു, വി റിസീവ് സംതിങ്. പക്ഷെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ആ വേദപുസ്തകം നമ്മളെ റീഡ് ചെയ്യാണ്, നമ്മളോട് പറയുകയാണ് certain ഏരിയാസ് നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തിയിട്ടിരിക്കും. വളരെ സ്നേഹമായിട്ട് ഇത് ആദ്യകാലങ്ങളിൽ പറഞ്ഞു തരും. എന്നാൽ ചിലർ ആദ്യകാലങ്ങളിൽ പഠിച്ചെങ്കിലും കുറച്ച് കഴിയുമ്പോൾ റിബല്യസാകും, മാറിപ്പോകും. അപ്പം ദൈവം ചിലതായിട്ടൊന്ന് ശിക്ഷിക്കും. എന്നാൽ നല്ലതായിട്ട് മാറുന്നുണ്ട് ദൈവം നല്ല അടി കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ ആത്മാവിലായത്. കാരണം എനിക്ക് വചനം പഠിക്കാനും വചനം പ്രസംഗിക്കാനും ചെറുപ്പം തൊട്ടേ ഞാൻ ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷേ ലോയ്ക്ക് പോയി കഴിഞ്ഞപ്പം കോർട്ടിലൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന കാണുമ്പോൾ അവരൊന്നും ദൈവത്തെ അല്ലല്ലോ, അവരൊന്നും യേശുവിനെ അല്ലല്ലോ വിളിക്കുന്നതെന്ന് ചിന്ത വന്നിട്ടുണ്ട്. അന്ന് ദൈവം നന്നായിട്ട് അടിച്ചിട്ട് മാറ്റിയിട്ടാണ് ദൈവവചനത്തിലോട്ട് തിരിച്ചു കൊണ്ടത്. അപ്പോഴാണ് ഈ ലോകം കാണുന്ന കണ്ണുകൊണ്ടല്ല യേശുവിനെ കാണേണ്ടത്. ആർ യു റിയലി സീയിങ് ഹിം വിത്ത് ദി ഇന്നർ ഐ? നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഈ വചനം ദൈവശ്വാസമാകുമ്പോൾ ആ വചനം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉപയോഗിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഒരേ വചനം പലരും പറയും, പക്ഷെ ഒരാൾ പറയുമ്പോൾ അതിന് പ്രവൃത്തി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ യൂസിങ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ കിടന്ന് ഉറക്കെ കടന്ന് നിലവിളിക്കാം, ഉറക്കെ അലിച്ചു പോകാം, പക്ഷേ ദൈവം ചിലപ്പം കേൾക്കത്തേ ഇല്ലെന്ന്. എന്നാൽ വളരെ ആത്മാവുള്ള ഒരാൾ വന്നു വെച്ച് സാവകാശത്തിൽ അത് പറഞ്ഞു വെച്ച് പോകും, അന്നേരം തന്നെ അത് ബന്ധനഴിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വചനത്തിന് ജീവനുണ്ട്. വചനം ദൈവത്തിൻ്റെ തന്നെ ബ്രത്താണ്. അത് ദൈവത്തിൻ്റെ ബ്രത്തിനോട് ചേർന്ന് നിന്ന് നമ്മൾ പറയാൻ പഠിക്കണം. അപ്പോഴത്തെ ശ്വാസമാണ്. അങ്ങനെയാണ് എബ്രായലേഖനത്തിൽ 4:12 ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ദൈവത്തിൻ്റെ വചനം
അതിന് ജീവനുണ്ട്, അത് ചൈതന്യമുള്ളതായി. അപ്പം ജീവനുണ്ട്, അനക്കം വെക്കും. എല്ലാ വചനത്തെക്കാട്ടിലും എല്ലാ ബുക്കുകളെക്കാട്ടിലും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാൾ തലയുള്ള വാളായിട്ട്, വാളിൻ്റെ മൂർച്ചയായിട്ട് പ്രാണനെയും ആത്മാവിനെയും. എങ്ങനെ നമുക്ക് ഈ പ്രാണനും ആത്മാവും തിരിച്ചറിയുന്നത്? പ്രാണൻ്റെയും ആത്മാവിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവിഷൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ റിയലി തിങ്ക്, ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പം ദൈവാത്മാവിനെ കാണിച്ചൊരു ദർശനം ഞാൻ ഇന്നൊന്ന് പോലെ ഓർക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് എങ്ങനെ ആർക്കും മനസ്സിലാകും കർത്താവേ, ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. ദൈവം എന്നെ കാണിച്ചു. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നീഡിൽ, ഒരു സൂചിയാണ്. അതിക്ക് നല്ല നീളമുണ്ട്, അതിന് ജീവനുണ്ട്. അതിങ്ങനെ കർത്താവ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മേലോട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രാണനും ആത്മാവും കൂടെ ഇടയ്ക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ട് കയറിപ്പോയിട്ട് അത് പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ദൈവം എന്തൊരു ശക്തിയായതിന്. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. പ്രാണനെ ആത്മാവിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഒക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശ്വാസമാകുന്ന വചനം വരുമ്പോൾ അത് അകത്ത് ഇരുവാഴ്ത്തൽ വാളെന്ന് പറയുമ്പോൾ വലിയ നീളമുള്ള വാള അല്ലെങ്കിൽ കട്ടിയുള്ള വാള, ഇതങ്ങനെയല്ല. നീഡിൽ, തിന്നായിട്ടുള്ള നീഡിൽ അതേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ലൈറ്റ് ചെയ്യുന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് മാറ്റുന്ന ഞാൻ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, അയ്യോ എത്ര വലിയ ശക്തിയാണോ ഈ വചനത്തിന് കിടക്കുന്നത്. ഇത് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുകൊണ്ടാണ് പറയുന്നത് ജീവനുണ്ട്, ഇതിന് ചൈതന്യമുണ്ട്, ഇരുവാൾത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പിന്നെ പോകുന്നത് ചെയ്യാതിരിക്കത്തില്ല. പ്രാണനെയും ആത്മാവിനെയും. എങ്ങനെ പ്രാണനെയും ആത്മാവിനെയും തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ അത് തിരിച്ചറിഞ്ഞ് നമ്മളിരിക്കുകയാണെങ്കിൽ പ്രാണനെ ആത്മാവിനെ ഒരുപോലെ വെട്ടും. പക്ഷേ ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ ചെല്ലുമ്പോൾ അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് അൽസൈമേഴ്സ് ഡിസീസ് വരുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മെഡിക്കലി വി ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദിസ്. പക്ഷേ ഒരിക്കലും ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഈ ബുദ്ധി മന്ദിക്കേണ്ട ആവശ്യമില്ല. Until our death, it has to work properly. റീജനറേറ്റ് ചെയ്ത് നമുക്ക് ഈ ബ്രെയിനൊക്കെ നല്ലോണം വായിച്ചാൽ അല്ലെങ്കിൽ വചനം കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ ഓർമ്മശക്തി നിൽക്കും. പക്ഷേ ഇതൊക്കെ ആരോട് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് കോൺഷ്യസ് എഫേർട്ട്. അതായത് നമ്മളൊരു മനസ്സ് വെച്ചത് ചെയ്യണമെന്ന് പഠിക്കണം. അപ്പോൾ ഈ പ്രാണനെ ആത്മാവിനെയും വിവേചിച്ച് അറിഞ്ഞ് കയറി ചെല്ലുന്ന ഒരേ ഒരു ആയുധം വചനമാണ്. അതെടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചില്ല എങ്ങനെയാണ്? പിന്നെ പറയുന്നത് ഇതാണ്, സന്ധിയും മജ്ജകളും. എവിടെയാണ് മജ്ജ, എവിടെ സന്ധി, എവിടെ നമ്മൾ നോക്കിയത് സാധാരണ ഒരാൾക്ക് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ പാടാണ്. പിന്നെ ഡോക്ടേഴ്സ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവർക്ക് മനസ്സിലായേക്കും, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പാടാം. അപ്പോൾ ഈ സന്ധികളുടെയും മജ്ജകളുടെയും അതെങ്ങനെ വേർതിരിച്ചെടുക്കും, അത് വിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും. അപ്പോൾ നമ്മളൊരു വചനം അയക്കുകയാണെങ്കിൽ, നമ്മൾ പറയാം നമുക്കൊരു അസുഖമുള്ള ഒരാളെ കാണുക, അവരുടെ ബോണിന് പ്രയാസമുണ്ട്, നമ്മൾ ആശുപത്രി കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചിലപ്പം പെയിൻ കുറയ്ക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസത്തോടുകൂടി വചനം ചെല്ലുകയാണെങ്കിൽ, ഈ വചനം പോലെ അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ അത് സന്ധ്യമജ്ജകളെ തിരിക്കും. പ്രാണനെയും ആത്മാവിനെയും മാറ്റി വെച്ച് അകത്ത് ചെന്നിട്ട് എന്താണ് വേർപിടി തുളച്ച് ചെന്നിട്ട് അത് അകത്ത് ചെന്ന് പ്രവർത്തിക്കുമെന്ന്. ഇത് ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എടുത്ത് നമ്മൾ ദിനം പ്രതി ഉപയോഗിച്ച്, അതായത് പരിചയം കൊണ്ടാണ് പരിജ്ഞാനം ഉണ്ടാകുന്നത്. അത് നമ്മൾ എടുത്തുപയോഗിച്ചില്ലെങ്കിൽ ഒട്ടും ഇതിന്ന് ആരും സമയം എടുക്കുന്നേ ഇല്ല ഇക്കാലങ്ങളിൽ. എന്തിന്? കൊച്ചു പിള്ളേർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പഠിക്കണം, ജീവിതശൈലിയിൽ അവർക്ക് പ്രായം ചെന്ന് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് സമയമില്ലേ? സമയം കണ്ടെത്താൻ ഇനി എപ്പോഴാണ് സമയം? 94 വയസ്സുള്ള ഒരു സ്ത്രീ പറഞ്ഞത്. അടുത്ത ദിവസം ഒരു ഫ്രണ്ട് വന്നിച്ച് പറഞ്ഞു, വലിയ പണക്കാരാണ്, 94, 95, പിന്നെ 86 ഇങ്ങനെയൊക്കെയുള്ള വയസ്സുള്ളവരെയാണ് അവരെപ്പോഴും വന്നാൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുമായിരുന്നു, അവിടെയൊക്കെ ഓരോ ഭവനങ്ങളിലും ചെന്ന് ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പറയുമ്പോഴൊക്കെ അവർക്കത് കേൾക്കണമെന്ന് ആഗ്രഹമില്ല. കേട്ടാൽ തന്നെ ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം, ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്, ആണെന്നുപോലെ അവർ വിശ്വസിക്കാത്ത ഒരു ഗണമുണ്ട്. എവിടെ? നമ്മുടെ പ്രാണനിലും ആത്മാവിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ടില്ല, സന്ധികളും മജ്ജകളും തിരിച്ചറിഞ്ഞിട്ടില്ല, ഹൃദയ വിചാരങ്ങളിൽ ഇത് ചെന്ന് പ്രവർത്തിച്ചിട്ടില്ല. അവരുടെ ഹൃദയത്തിനകത്ത് വെച്ചിരുന്നു, അല്ലെ കർത്താവിൻ്റെ വിരൽ വെച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകളിൽ നിന്ന് ചെന്ന് കൊള്ളണം. ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും ചിന്തയും ഭാവവും കൂടെ എന്താ വ്യത്യാസം? ഭാവങ്ങളും ചിന്തയും കൂടെ വ്യത്യാസം വരുത്തത്തക്ക വിധത്തിൽ, അതാണ് നമ്മളിപ്പോൾ ഒരാളോട് നമുക്ക് ദേഷ്യം വരികയാണ്, നമ്മുടെ പഴയ സ്വഭാവത്തിന് എടുത്തു ചാടി ദേഷ്യപ്പെടും. പക്ഷെ ഇപ്പോഴും
നമ്മളത് ചിന്തിക്കും, അത് പറയണം എങ്ങനെ അല്ലെ പറയണ്ട. കർത്താവ് പലപ്പോഴും എന്നോട് പറയും, നീ പറയണ്ട, മിണ്ടായിരിക്കും, ഞാനത് ഏറ്റു. ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കൊരു പ്രയാസം ചേർച്ചിൽ തന്നെ ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിനോട് തന്നെ ചോദിച്ചു, എന്താണ്, എങ്ങനെ റിയാക്ട് ചെയ്യണം, അതോ മിണ്ട. കർത്താവിനോട് ഞാൻ ഐ ആം ഇൻ ചാർജ്. എന്ത് ക്ലിയറായിട്ടാണ് ദൈവം നമ്മളോട് വന്ന് പറയുന്നത്. അത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. കർത്താവിൻ്റെ ഉടയവൻ്റെ ശബ്ദം അകത്തെ ആത്മാവ് കേട്ട് ഐ ആം ഇൻ ചാർജ് എന്ന് പറഞ്ഞു. അതോട് കഴിഞ്ഞിട്ട് അത് കർത്താവ് 2 ആഴ്ചക്കകം പ്രശ്നമെല്ലാം പരിഹരിച്ച് അനുഗ്രഹമാക്കി തന്നു. ആ ഒരു ദൂത്, ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് കേട്ടത്? ചെവി കൂടാണോ നമ്മുടെ ബുദ്ധി കൂടെ? അറിഞ്ഞുകൂടാ. വെൻ സ്പിരിറ്റ് സ്പീക്സ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് സംസാരിക്കും, നമുക്ക് വ്യക്തമായിട്ടും കേൾക്കുന്നത് ദൈവത്തിൻ്റെ ആണെന്ന് മനസ്സിലാകും. അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിശയങ്ങൾ കാണുകയും ചെയ്യും. അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കാൻ പഠിക്കുകയും വചനം നമ്മളെ മുൻപോട്ട് നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ വചനവും ദൈവത്തിൻ്റെ ബ്രത്താണെന്ന് പറഞ്ഞു. തിയോസ് ന്യൂസ്റ്റോസ്, ദൈവത്തിൻ്റെ ബ്രത്ത് ഓഫ് ലൈഫിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാഥൻ്റെ അടുക്കിലേക്ക് ഈ വചനവും കൊണ്ട് കയറി വരുമ്പം വചനം അപ്പച്ചൻ്റെ തന്നെ എടുത്ത് തിരിച്ചു പറയാനുള്ള കാണുമ്പോൾ അപ്പച്ചൻ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു, ഓർത്ത് സന്തോഷിക്കുന്നു. ഒരു കൊച്ചു പൈതലെ അപ്പനും അമ്മയും പറയുന്ന അതേ ഭാഷയിൽ, അതേ ശൈലിയിൽ തിരിച്ചു പറയുമ്പോൾ നമ്മളത് എത്ര സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെയാണ് നിൻ്റെ സന്തോഷം. ഞങ്ങൾ നിൻ്റെ വചനം പറയാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും നിലവുകളെയും ചിന്തകളെയും വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് ഹൃദയത്തിനകത്ത് ഈ വചനത്തിൻ്റെ ശക്തി, നീയാകുന്ന മുഖം അങ്ങോട്ട് എച്ച് ചെയ്ത് എഴുതി വെച്ച് കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാപ്പിച്ച. അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആത്മാവിന് ഒരു ശരീരം വേണമല്ലോ. അതുകൊണ്ട് നിൻ്റെ വചനത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് എഴുതുന്നത് പോലെ വചനം കൈകൊണ്ട് കർത്താവേ, നിൻ്റെ മുഖം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിരൽ കൊണ്ട് എഴുതിപ്പോന്ന പോലെ 10 കൽപ്പന കല്ലുകളിലാണ് എഴുതിയത്. എന്നാൽ പുതിയ നിയമത്തിൽ നിൻ്റെ കൽപ്പനകളും സ്നേഹവും ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും ഹൃദയങ്ങളിൽ എഴുതി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ അത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. ഇങ്ങനെ ആത്മാവിന് ഇത്രമാത്രം ശക്തിയുണ്ടെന്നും വചനം ദൈവത്തിൻ്റെ ശക്തമായ ബ്രീത്ത് അല്ലെങ്കിൽ ബ്രത്താണെന്നും ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മൾ ശബ്ദമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും എടുത്ത് ഉപയോഗിക്കണേ. നാഥ, നീ തന്ന ജീവൻ്റെ ഒരു പ്രതിച്ഛായയാണ് ശബ്ദം. കർത്താവേ, അത് ഭംഗിയായിട്ട് കലക്കത്തിനും വഴക്കിനുമാക്കാതെ സ്നേഹത്തിനും യോജിപ്പിനും സന്തോഷത്തിനുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യാൻ പോകുന്നതിനും അത് ചെയ്യുന്നതിനും സ്തോത്രം. മാറി നിൽക്കുന്ന കുടുംബങ്ങളെല്ലാം ഒന്നിച്ചാകട്ടെ. എല്ലാ സ്നേഹത്തിൻ്റെ അതിരുകൾ, വരമ്പുകൾ വിസ്താരമാക്കിയിട്ട് അനേകരെ ഉൾക്കൊണ്ട് ദൈവത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ ഒരു കൂട്ടമായിട്ട് നിൻ്റെ സന്ധിയിൽ കടന്നു വന്ന് നിൻ്റെ ആ ബാങ്ക്വറ്റ് ഹോള്, അപ്പച്ചൻ്റെ ആ ശാലയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവം ഇന്ന് മുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ നോക്കി സന്തോഷിക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.